മൂകാംബിക യാത്രയുടെ ഒന്നാമത്തെ വീഡിയോന് ശേഷം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. പുതിയതായിട്ട് വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ പഴയ വീഡിയോസ് ഒക്കെ ഒന്ന് കാണാനും ശ്രമിക്കണം. നമ്മൾ റൂമിലെത്തിയതിനു ശേഷമുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം. ഏകദേശം 4 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. എല്ലാവരും ഫ്രഷ് ആയി കഴിയുമ്പോഴത്തേക്കും 5 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നോക്കുമ്പോൾ നമ്മുടെ ചേട്ടന്മാരൊക്കെ താഴെയുള്ള തട്ടുകടയിൽ നിന്ന് മുളക് ബജിയും ചായയും കുടിക്കുന്നു. എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ട്. എന്നാൽ പിന്നെ ഓരോ മുളക് ബജിയും ചായയും നമുക്കും ആവാനായി. അപ്പോൾ നമ്മൾ താഴെ എത്തിയപ്പോൾ ഈ റൂമിൻ്റെ ആൾ നമ്മൾ അടുത്ത് പറഞ്ഞ് നിങ്ങൾ സൗപർണികയിൽ പോയിട്ട് അവിടെ ഒരു ഗണപതി ക്ഷേത്രമുണ്ട്, അവിടെ തൊഴുതിട്ട് നിങ്ങൾ മൂകാംബിയിലേക്ക് പോയിക്കോ എന്നുള്ളത്. എന്നാൽ പിന്നെ അങ്ങനെ ആവാന്ന് വിചാരിച്ച് പിന്നെ നമ്മുടെ തട്ടുകടയിൽ പോയി മുളക് ബജിയും ചായയും കുടിച്ച്. നല്ല നീറ്റുള്ള സ്ഥലമാണ്, നല്ല തിരക്കുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. എല്ലാവരും ചായയൊക്കെ കുടിച്ച് നല്ല തിരക്കുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അവിടെ ഒരു ചേട്ടനും ചേച്ചിയും മാത്രമേ ഉള്ളൂ, അവർക്ക് ഈ തിരക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ സൗപർണികയിലേക്ക് പോവാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഓരോ സംശയങ്ങൾ ചോദിക്കുമ്പോൾ, കാരണം ഞാൻ ആദ്യത്തെ തവണയാണല്ലോ ഇങ്ങോട്ടേക്കൊക്കെ പോകുന്നത്, അപ്പോൾ പോയ ആൾക്കാരോട് സംശയങ്ങൾ ചോദിക്കുമ്പോൾ എന്തൊക്കെയൊക്കെയാണ് പറയുന്നത് കേട്ടോ. പ്രത്യേകിച്ച് എൻ്റെ ലാലോട്ടെ പറയുന്ന കാര്യത്തിന് യാതൊരുവിധ ലോജിക്കും ഇല്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ വസുവിന്റെ ചെരുപ്പ് അഴിച്ചിടാൻ നോക്കുമ്പോൾ വസു വിചാരിക്കുന്നത് ഇവിടെ കളിക്കാൻ വിടും എന്നുള്ളതാണ്. വസു ദാടാ ഓടടാ ഓട്ടം. അങ്ങനെ നമ്മൾ കാലൊക്കെ കഴുകി അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോയി തൊഴുതു കേട്ടോ. അവിടുന്ന് നമുക്ക് നല്ല കുങ്കുമവും ചരടും കിട്ടിയിട്ടുണ്ടായിരുന്നു കയ്യിൽ കെട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ മക്കൾക്കൊന്നും കൊടുത്തതായിട്ട് കണ്ടില്ലേ. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഇവർക്കൊന്നും ഇത് കെട്ടാൻ പാടില്ലാഞ്ഞിട്ടായിരിക്കും. അപ്പം ഞാൻ അവിടുത്തെ തിരുമേൻ്റെ അടുത്ത് പോയി ചോദിച്ചു, ഇത് മക്കൾക്ക് കെട്ടാവോ എന്നുള്ളത്. അപ്പോൾ പറഞ്ഞാൽ ആ ദക്ഷിണ വെച്ച് കഴിഞ്ഞാൽ അവർക്കും കൊടുക്കാന്നുള്ളത്. എന്താല്ലേ ചോദിച്ചു വാങ്ങുന്ന ദക്ഷിണ. എന്തെങ്കിലും ആവട്ടെ, അങ്ങനെ നമ്മൾ ആ സൈഡിലൂടെ അവിടെയൊക്കെ തൊഴുത് നമ്മൾ നേരെ മൂകാംബിയിലേക്ക് പോവാണ്. അപ്പോൾ അവിടുത്തെ വീടുകളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. നമ്മളുടെ നാട്ടിലുള്ള വീടുകളും ഉണ്ട്, അവിടുത്തെ രീതിയിലുള്ള വീടുകളും ഉണ്ട്. പിന്നെ നമ്മൾ വസുവിന് മുണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവിടുന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊരു മുണ്ടൊക്കെ വാങ്ങിച്ച്. ഇവിടുത്തെ റേറ്റുമായിട്ട് കറക്റ്റ് റേറ്റാണ്, റേറ്റിലൊന്നും വ്യത്യാസമൊന്നുമില്ല. നല്ല മുണ്ടൊക്കെ വാങ്ങിച്ച് അതൊക്കെ ഞാൻ ബാഗിൽ വെച്ച് നമ്മൾ നേരെ ഇതാ മൂകാംബിയിലേക്ക് എത്തി. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പൂവ് കൊണ്ടുപോകല്ലോ, ഇതൊക്കെ എന്ത് വിശ്വാസമാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ പറയില്ലേ, എന്നെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ടൈമാണ് ഞാനിവിടെ എത്തുന്നത്. അപ്പോൾ ഇവരൊക്കെ പോയപ്പോൾ ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ സാൻവിയും വിയും ഓരോ പൂവ് വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങനെ ഒരു താലത്തിന് വരുന്നത് 100 രൂപയാണ് കേട്ടോ. അങ്ങനെ 2 താലം ഇവർ വാങ്ങിച്ച് ഇത് അമ്മയ്ക്ക് കൊടുക്കാനാണ് അങ്ങനെയായിരിക്കും എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ അമ്പലത്തിലൊക്കെ പൂ കൊണ്ട് പോകുന്നത് കൊണ്ടായിരിക്കും. പക്ഷെ ഇതിൽ ജമന്തിയും താമരയാണ് കേട്ടോ കൂടുതലായിട്ട് കണ്ടത്. ഇതിൻ്റെ കൂടെ സാരിയൊക്കെ കൊണ്ടുപോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. ഓരോരോ അമ്പലത്തിൽ ഓരോരോ ചടങ്ങുകളുണ്ടാവും, പക്ഷെ അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ എനിക്കറിയില്ല. ഈ പൂവൊക്കെ കൊണ്ടുപോകുന്നത് എന്തിനാണ് എന്നുള്ളത് അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്ക് അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മളിതാ നടന്ന അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. പുറത്ത് തിരക്കൊന്നും കാണാത്തതുകൊണ്ട് തന്നെ നമ്മൾ പറയുകയുണ്ടായി ഉള്ളിലും വലിയ തിരക്കുണ്ടാവില്ല എന്നുള്ളത്. പക്ഷേ വമ്പിച്ച തിരക്കായിരുന്നു നമ്മളെയും കാത്ത് നിൽക്കുന്നതെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഉള്ളിൽ നല്ല തിരക്കായിരുന്നു. പൊതുവേ വെക്കേഷൻ സമയത്ത് നല്ല തിരക്കായിരിക്കും അത്രേ മൂകാംബിക. പക്ഷേ ഇന്ന് ഇത്ര തിരക്കാണെന്ന് നമ്മൾ അറിയുന്നില്ല. നമ്മൾ വരുന്ന വഴിയിൽ നമുക്കറിയാവുന്നവരൊക്കെ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായി നല്ല തിരക്കാണ് എന്നുള്ളത്. അപ്പോൾ ഉള്ളിൽ നല്ല തിരക്കുണ്ട്. ഞങ്ങൾ ചെന്ന സമയത്ത് നട അടച്ചിട്ടാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം പുറത്ത് വെയിറ്റ് ചെയ്ത് പിന്നെ നമ്മൾ ദർശനത്തിനുള്ള ക്യൂ നിൽക്കുകയാണ് കേട്ടോ ഉണ്ടായത്. അപ്പോൾ തിരക്കൊന്നും ഒഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. എങ്ങോട്ടേക്കും പോകാൻ പറ്റുന്നില്ല കേട്ടോ, കാരണം അത്രയ്ക്കും ആളാണ്. അപ്പോൾ നമ്മളിങ്ങനെ പറയണ്ടായി ആരെങ്കിലും കൈവിട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ വന്ന് നിന്നാൽ മതി എന്നുള്ളത്. അങ്ങനെ പിന്നെ നമ്മൾ നേരെ ക്യൂവിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഓരോ തരത്തിലുള്ള ക്യൂ ഉണ്ട് കേട്ടോ. നമ്മൾ നോർമലായിട്ടുള്ള ക്യൂ ഉണ്ട്, പിന്നെ 100 രൂപയുടെ ക്യൂ ഉണ്ട്, 500 രൂപയുടെ ക്യൂ ഉണ്ട്. എല്ലാ ക്യൂവിലും നല്ല തിരക്കായിരുന്നു. ഇങ്ങനെ നമ്മൾ ക്യൂവിലൊക്കെ നിന്ന്. അപ്പോൾ ഇന്ന് എന്തൊക്കെയോ ചടങ്ങുകൾ ഉള്ളത് കൊണ്ട് തന്നെ കുറേ സമയം നട അടച്ചിട്ടാണ് കേട്ടുള്ളത്. നട തുറക്കും പിന്നെയും അടക്കും. അതുകൊണ്ട് തന്നെ ആൾക്കാർ പോകുന്നത് നിന്ന് പോകുന്നുണ്ടായിരുന്നേ. പെട്ടെന്ന് ആൾക്കാർ ഉള്ളിലേക്ക് കടക്കുന്നത് നിന്ന് പോകും. അങ്ങനെ ഒരു മണിക്കൂറോളം നമുക്ക് ക്യൂ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒന്നാമത് രാത്രി ആയതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ല. പകലൊക്കെ നിൽക്കുകയാണെന്നെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒന്നാമത് ചൂടല്ലേ. അപ്പോൾ വസുവിന് അതിനിടയിൽ കുറച്ച് കൂട്ടുകാരെയൊക്കെ കിട്ടിയിട്ടുണ്ട്. മോന് ഓരോ കൂടെ കളിച്ച് പിന്നെ ഇതാ തേര് വലിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ നമ്മൾ ഏകദേശം ദർശനത്തിന് അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. വലിയ സമാധാനമായി. അടുത്തെത്തിയപ്പോൾ കുറച്ച് നേരമായല്ലോ നമ്മൾ നിൽക്കുന്നു. അപ്പോൾ വലിയൊരു കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും കാല് കഴക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറി. നല്ല രീതിയിൽ ദർശനം കിട്ടിയെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ദർശനം കിട്ടി. വലിയ സന്തോഷം. അങ്ങനെ ദർശനമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. ഇപ്പോൾ ഉള്ളിൽ ഫോണൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഫോണൊന്നും യൂസ് ചെയ്തില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ചുറ്റുമ്പോൾ നമ്മളിങ്ങനെ മണി മുട്ടുന്ന സ്ഥലത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് അവിടുത്തെ ഒരു തിരുമേനി എന്നെ വിളിച്ചിട്ട് ഒരു കെട്ട് പൂവ് എൻ്റെ അടുത്ത് തന്നിട്ട് പറഞ്ഞു, നീ ഇത് വീട്ടിൽ കൊണ്ടുപോയിക്കോ എന്നുള്ളത്. എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. വലിയ സന്തോഷമായി. ആ പൂവും പട്ടും ഞാൻ എൻ്റെ വീട്ടിലേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ അടുത്തുള്ള ഹോട്ടലിലേക്ക് കയറി. രാത്രിയിലത്തെ ഫുഡ് കഴിച്ചിട്ടില്ല. ഒന്നിനും കൊള്ളാത്ത ഫുഡുകളാണ് അവിടെ ഉള്ളതെന്ന് അതോടെ മനസ്സിലായി. അങ്ങനെ നമ്മൾ ഫുഡ് കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. ഓരോ കോലിസോഡയും കുടിച്ചിട്ട് നമ്മൾ നേരെ റൂമിലേക്ക്. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ.